നമസ്കാരം. ഞാൻ രാജേഷ് ആർ നായർ കഴുനിയിൽ. ഞാനിന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ അദ്വൈത സമ്പ്രദായം അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തം, അതുപോലെ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ തീർത്ഥപാദ സമ്പ്രദായം, അതുകൂടാതെ ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യമായി പറയുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള സങ്കല്പം, കണ്ണാടി സ്വാമികളുടെ കണ്ണാടി പ്രതിഷ്ഠ, ഈ 4 കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്നത്. അതായത് ശ്രീ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ അദ്വൈത സമ്പ്രദായം സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം എന്ന ഗ്രന്ഥം നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ ശ്രദ്ധയിൽ വന്നൊരു മഹത് ഗ്രന്ഥമാണ് സർവസിദ്ധാന്ത സാര സംഗ്രഹം എന്നുള്ള ഒരു ഗ്രന്ഥം. അതായത് എല്ലാ സിദ്ധാന്തങ്ങളുടെയും സാരാംശം ഗ്രഹിച്ചിട്ടുള്ള മഹത് ഗ്രന്ഥമായി അത് നമുക്ക് പറയാൻ കഴിയും. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്തം ബ്രഹ്മത്തിൽ നിന്ന് സകലതും ഉത്ഭവിക്കുന്നു, എന്നാൽ ബ്രഹ്മത്തിൻ്റെ പരിച്ഛേദമാണ് സകലതും എന്ന് ഈ മഹത് ഗ്രന്ഥത്തിൽ പറയുന്നു. ഞാനത് പലതവണ പഠിക്കാൻ ഗ്രഹിക്കാൻ ശ്രമിച്ചു. തലവത്ത് അമ്മാളു അമ്മ എന്നൊരാൾ, തലവത്ത് അമ്മാളു അമ്മ എഴുതിയ അല്ലെങ്കിൽ വിവർത്തനം ചെയ്ത ശങ്കരാചാര്യ സ്വാമികളുടെ മഹത് ഗ്രന്ഥമാണ് സർവസിദ്ധാന്ത സാര സംഗ്രഹം. അത് ഞാൻ മനസ്സിലാക്കുമ്പോൾ, അദ്വൈതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, അതുപോലെ നമ്മുടെ ദശോപനിഷത്തുകൾ എന്നിവയാണ് അതിൽ അടിസ്ഥാനപ്പെടുത്തുന്നത്. അതായത് അതിൽ നിന്നുള്ള സാരാംശമാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആപ്തവാക്യമായി നമുക്ക് പറയാൻ കഴിയുന്നത് അദ്വൈതം ജാതി മത വർണ്ണവർഗ ഭാഷ ദേശ ലിംഗഭേദമന്യേ സകലരിലും ചൈതന്യം കുടികൊള്ളുന്നു, അല്ലെങ്കിൽ സകലതും ബ്രഹ്മത്തിൻ്റെ പരിച്ഛേദമാണ്. അങ്ങനെ പറയുമ്പോൾ അദ്വൈതം ഒരു മതമാണ്. ശങ്കരാചാര്യ സ്വാമികൾ അദ്വൈത മത സ്ഥാപകൻ. വേദം 2ആയി പരിണമിച്ചു: പൂർവമീമാംസയും ഉത്തരമീമാംസയും. അതിൽ പൂർവമീമാംസ സൂത്രമായും ഉത്തരമീമാംസ വേദാന്തമായും പറയപ്പെട്ടു. ആ വേദാന്തത്തിന്റെ ഭാഗമായുള്ള ഉണ്ടായ ഒരു മതമാണ് അദ്വൈത മതം. പ്രപഞ്ചത്തെ അല്ലെങ്കിൽ സകലതിനെയും ഒന്നിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് പറയുമ്പോൾ അവിടെ ജാതിക്കും മതത്തിനും, അത് രണ്ടും മനുഷ്യനിർമ്മിതങ്ങളാണ്, ജാതിക്കും മതത്തിനും അതുപോലെ വർണ്ണത്തിനും
വർഗത്തിനും അതുപോലെ ദേശ അതിർത്തികൾക്കും ഒക്കെ എന്ത് പ്രാധാന്യമാണുള്ളത്? ലോകത്ത് വർഗീയതയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? വർഗീയത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയത, ഭാഷാ വർഗീയതയാകാം, ലിംഗവർഗീയത ആകാം, അതല്ലെങ്കിൽ മതപരമായിട്ടുള്ള വ്യത്യസ്ത വർഗീയതകളാകാം. അതിനെല്ലാം എന്ത് പ്രാധാന്യമാണുള്ളത്? അദ്വൈതം തന്നെയാണ് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ തീർത്ഥപാദ സമ്പ്രദായം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്വൈതം തത്വശാസ്ത്രങ്ങളിൽ പെടുന്ന വേദാന്തത്തിന്റെ ഭാഗമാണ്. തത്വശാസ്ത്രങ്ങളിൽ വേദം അംഗീകരിക്കുന്ന തത്വശാസ്ത്രവും വേദത്തെ അംഗീകരിക്കാത്തതുമുണ്ട്. വേദത്തെ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതുമായ തത്വശാസ്ത്രങ്ങളുടെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ രണ്ട് തത്വശാസ്ത്രങ്ങളുടെയും ഒരു സംക്ഷിപ്ത രൂപമാണ് തീർത്ഥപാദ സമ്പ്രദായം. അവിടെയും ഒന്നായി തന്നെയാണ് ആത്മീയ ആചാര്യൻ വിളംബരം ചെയ്യുന്നത്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം അക്കാര്യത്തിൽ മനുഷ്യരെ മാത്രമല്ല സകലതും ഒന്നാണെന്ന് തന്നെയാണ് അദ്ദേഹവും സമർത്ഥിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രവർത്തിക്കുക കൂടി ചെയ്തു. ചട്ടമ്പി സ്വാമികൾ പ്രവർത്തിക്കുക കൂടി ചെയ്തു. നായയോടുള്ളതും മറ്റ് അന്യ ജീവജാലങ്ങളോട്, മനുഷ്യരല്ലാത്ത മറ്റ് അന്യ ജീവജാലങ്ങളോടുമുള്ള ചട്ടമ്പി സ്വാമികളുടെ സ്നേഹം, പരിഗണന ഒക്കെ അതാണ് നമ്മളെ കാണിച്ചു തരുന്ന ഉദാഹരണങ്ങൾ. അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ ദിനം സർക്കാർ അങ്ങനെ ജീവകാരുണ്യ ദിനമായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സകല ജീവികളോടും അദ്ദേഹത്തിന് സ്നേഹം, പരിഗണന ഉണ്ടായെന്നുള്ളതാണ്. അത് സകലതും ഒന്നാണെന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് അത്തരത്തിൽ ഒരു ചിന്താഗതി പിറവിയെടുക്കുന്നത്. അപ്പോൾ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ബ്രഹ്മസൂത്രത്തിലും ഗീതയിലുമൊക്കെ പറയുന്ന സാരാംശം, സകലതും ഒന്നാണ്, ഒന്നിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു എന്ന സാരാംശത്തെ കണ്ടെടുക്കുകയും ശ്രീ ചട്ടമ്പി സ്വാമികൾ അതിനെ പിന്തുടരുകയും അദ്ദേഹം അത് പ്രവർത്തനത്തിൽ കൂടി കാണിച്ചു. അതുപോലെ തന്നെയാണ് ഒരു മഹാസമുദായത്തെ, അല്ലെങ്കിൽ ഒരു വർഗത്തെ, ഒരു മനുഷ്യ വിഭാഗത്തെ ഉന്നമനത്തിലേക്ക് എത്തിക്കൊണ്ടുവരാൻ അറിവായി ശ്രീനാരായണ ഗുരുദേവനും അത് തന്നെയാണ് ഫലത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഗുരുദേവന്റെ വിളംബരമായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സങ്കല്പം, അതും കാണിക്കുന്നത് ഇതെല്ലാം ഒന്ന് തന്നെ എന്ന അദ്വൈത സിദ്ധാന്തത്തെയാണ്. ശ്രീ ശങ്കരാചാര്യ സ്വാമികളല്ല അദ്വൈത സിദ്ധാന്തത്തിന്റെ സൃഷ്ടാവ്, അല്ലെങ്കിൽ അത് വേദങ്ങളിലും ഉപനിഷത്തുകളിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ശ്രീ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഗ്രഹിച്ച് നമുക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അത് തന്നെയാണ് അദ്ദേഹവും ഫോളോ ചെയ്തത്. ഇതൊരു മഹാമനുഷ്യരുടെ ഒരു വിഭാഗത്തിന്റെ ആ വിഭാഗത്തെ അറിവിലൂടെ ജീവിത പുരോഗതിയിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹം ഗ്രഹിച്ചെടുത്ത കാഴ്ചപ്പാട് കാരണമായി എന്നുള്ളിടത്ത് അത് വളരെ പ്രാധാന്യം അന്നും ഇന്നും കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും വലിയ മഹിമയും. അദ്ദേഹം അത് ഒരു വിഭാഗത്തെ, ഒരു വർഗത്തെ
ഒരു മനുഷ്യരുടെ ഒരു കൂട്ടായ്മയെ ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അദ്വൈതത്തെ അല്ലെങ്കിൽ പുരാണങ്ങളിൽ പറയുന്ന മഹത് ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആപ്തവാക്യത്തെ അദ്ദേഹം പ്രയോജനപ്പെടുത്തി അറിവ് സമ്പാദിക്കുവാൻ മനുഷ്യരോട് അദ്ദേഹം വിളംബരം ചെയ്തു. അതുപോലെ തന്നെയാണ് കണ്ണാടി സ്വാമികൾ. അവിടെ കണ്ണാടി പ്രതിഷ്ഠ ആണ് വച്ചിട്ടുള്ളത്. അതായത് നീ തന്നെയാണ് സത്യവും, നീ തന്നെയാണ് ദൈവവും, നിന്നുള്ളിൽ ദൈവം ഇരിക്കുന്നു. അതായത് ശങ്കരാചാര്യ സ്വാമികൾ മഹത് ഗ്രന്ഥങ്ങളിൽ നിന്ന് വിളംബരം ചെയ്ത ആപ്തവാക്യം വളരെ ലഘൂകരിച്ച് ലളിതമായി കണ്ണാടി പ്രതിഷ്ഠയിലൂടെ കണ്ണാടി സ്വാമികൾ അത് മനുഷ്യകുലത്തിന് കാണിച്ചു തന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ വളരെ ഏറെ പ്രാധാന്യം, പ്രത്യേകത. സാധാരണപ്പെട്ട അറിവില്ലാത്ത മനുഷ്യ വിഭാഗത്തിന് അറിവാണുള്ളതും എല്ലാം എന്ന് കാണിക്കാൻ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടിയിൽ എന്താണ്? കണ്ണാടിയിൽ നമ്മളെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവിടെ ജാതിയുടെ വർഗത്തിന്റെ സമുദായങ്ങളുടെ ഒക്കെ വേലിക്കെട്ടുകൾ മഹത്തുക്കളായിട്ടുള്ള മനുഷ്യർ, ഇവരെല്ലാം മനുഷ്യരാണല്ലോ, ആ മനുഷ്യരിൽ നിന്ന് അവരെ നമ്മളൊക്കെ